ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. വിപ്പിംഗ് ക്രീം പൗഡർ കൊണ്ട് എങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കേക്ക്, അതേപോലെ തന്നെ ഐസ്ക്രീം, ഫ്രൂട്ട് സാലഡിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് വിപ്പിംഗ് ക്രീം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ലിക്വിഡ് എല്ലായിടത്തും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വിപ്പിംഗ് ക്രീം പൗഡർ എല്ലായിടത്തും അവൈലബിൾ ആണ് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം ഈ പൗഡർ കൊണ്ട് തന്നെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ. വിപ്പിംഗ് ക്രീം ലിക്വിഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എല്ലായിടത്തും. വിപ്പിംഗ് ക്രീം പൗഡർ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഞാനിന്ന് എടുത്തിരിക്കുന്നത് ബ്ലൂ ബേർഡിൻ്റെ കമ്പനിയാണ്, വെജിറ്റേറിയൻ ആണ്. ഈ 2 പാക്കറ്റിലുള്ള പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പോണത്. ഇതിൽ ഓരോ വിപ്പിംഗ് ക്രീം പൗഡറിലും ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. അതിനനുസരിച്ച് വേണം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പക്ഷേ പാൽ കൊണ്ടാണ് ചെയ്യാൻ പോണത്. പാലാവുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും, നല്ല റിച്ച് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റ് തുറന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് വിപ്പിംഗ് ക്രീം ചെയ്യാൻ പോണ ആ ബൗളും അതേപോലെ ബ്ലെൻഡറിൻ്റെ ബ്ലേഡും നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കണം. പറ്റിയ ഒരു രാത്രി തന്നെ ഫ്രിഡ്ജിൽ, അതായത് ഫ്രീസറിൽ കയറ്റി വെക്കണം. പിന്നെ നല്ല ചിൽഡായിട്ടുള്ള പാലും ആയിരിക്കണം. നമ്മൾ ഈ പാത്രത്തിലാണ് വിപ്പിംഗ് ക്രീം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഐസ് ക്യൂബ്സിൻ്റെ മുകളിലായിട്ട് വേറൊരു ബൗൾ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ബൗളിലേക്ക് ഇടാം. അതേപോലെ അടുത്തൊരു പാക്കറ്റും ഇടാം. അവർ കൊടുത്തിരിക്കുന്ന അളവെന്ന് കുറച്ചിട്ടാണ് ഞാൻ എടുത്തത്. കാരണം നമ്മൾ ആദ്യം അങ്ങനെ വേണം ചെയ്ത് നോക്കാനായിട്ട്, അല്ലെങ്കിൽ ക്രീം ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പാല് കുറച്ചായിട്ട് ക്രീമിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിൽ ലൈറ്റ് മധുരം ഉള്ള കാരണം ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ വീണ്ടും പഞ്ചസാര ചേർക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി വിപ്പായ സമയത്ത് കുറച്ച് പൊടിച്ച പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല എസൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ, വാനില എസൻസോ വേറെ എന്തെങ്കിലും എസൻസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ എസൻസും ഒന്നും ചേർക്കണില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ഇത് അടിച്ചെടുക്കുന്നത്. പാക്കറ്റിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഒരു 3 മിനിറ്റ് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം തന്നെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ അതാ നന്നായിട്ട് വിപ്പായി കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റിഫ് പീക്കായോ എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാ ഈ സ്പാറ്റുലയിൽ ഇങ്ങനെ എടുക്കുക. എടുത്ത ശേഷം നമ്മൾ കമിഴ്ത്തിയാലും അത് വീഴില്ല, കണ്ടില്ലേ? അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേജായി എന്നർത്ഥം. വീണ്ടും നമ്മൾ ഇതിനെ ബീറ്റ് ചെയ്യാൻ പാടില്ല. വീണ്ടും ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൂസായി പോവും. ഇപ്പോൾ നിങ്ങൾക്ക് വല്ല കളറോ വല്ലതൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഈ സ്പാറ്റുല കൊണ്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. വീണ്ടും ബീറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇത് സ്റ്റിഫ് പീക്കാണോ അല്ലയോ എന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ സ്പാറ്റുല കൊണ്ട് ആക്കിയപ്പോൾ അത് വീണില്ല. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇതാ ഞാൻ നമ്മുടെ ഈ ബൗള് തിരിക്കാൻ പോവുകയാണ്. ഇതാ നമ്മുടെ ഈ ബൗള് ഇതാ തിരിച്ചിട്ടും താഴെ വീണില്ല, കണ്ടില്ലേ? ഇത് മറ്റൊരു മെത്തേഡ് സ്റ്റിഫ് പീക്ക് ആയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സ്പാറ്റുല വെച്ച് ചെയ്താലേ ധാരാളമാണ്. അത് വീണില്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്റ്റിഫ് പീക്ക് ആയി എന്നർത്ഥം. ഇതാ ഞാൻ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് വേണം വെക്കാനായിട്ട്, ഫ്രീസറിൽ വെക്കാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നട്ടി ബബിൾ കേക്കിൻ്റെ കേക്ക് പ്രിപ്പറേഷനാണ്. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീം പൗഡർ കൊണ്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. കണ്ടില്ലേ, നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഒരു കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാൻ 3 ലെയറിലുള്ള കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ധാരാളമായിട്ട് ഈ വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. പ്രൊഫഷണലായി ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ലിക്വിഡൊക്കെ ആവശ്യമേ വരുള്ളൂ. അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി ഐസ് ചെയ്യാനും അതേപോലെ തന്നെ ഐസ്ക്രീംസ് ഉണ്ടാക്കാനും
ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ധാരാളമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടാം, അല്ലെങ്കിൽ എൻ്റെ മെയിൽ ID എഴുതി ചോദിക്കാം. പിന്നെ എനിക്ക് വിപ്പിംഗ് ക്രീം പൗഡറിൽ ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ളത് ബ്ലൂബേർഡാണ്. ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്നത് ബ്ലൂബേർഡ്, ഹരിമ, ബേക്കേഴ്സ് ഒക്കെയാണ്. പക്ഷേ ഞാൻ 3ഉം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് നല്ല ബെസ്റ്റായി തോന്നിയിട്ടുള്ളത് ബ്ലൂബേർഡ് തന്നെയാണ്. ഇത് പ്രോഡക്റ്റ് പ്രൊമോഷനൊന്നും അല്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.